ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആപ്പിൾ ജാമാണ് കേട്ടോ. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേപോലെ തന്നെ കാണാനും സെയിം അതേപോലെ തന്നെ ഉള്ളൊരു ജാമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ പുറത്തു നിന്നുള്ള അതേ ജാമിൻ്റെ ലുക്കും ആ ഒരു ടെക്സ്ചറും ആ സെയിം ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ കണ്ടില്ലേ, ഇതാ സെയിം അതേപോലെ തന്നെ കിട്ടീന് കേട്ടോ. നല്ല പെർഫെക്റ്റ് ജാമായിട്ട് കിട്ടീനി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയാളിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിന്. പിന്നെ 3 ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ആപ്പിളിൻ്റെയും തൊലി കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കുക്കറിലോട്ട് ഈ ആപ്പിളും ബീട്രൂട്ടും ഇട്ടിട്ട് വേവിച്ചെടുക്കാനുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ഒരു 2 കഷ്ണം പട്ടയും ഒരു 2 കറാമ്പ് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 3 വിസിൽ കറക്റ്റാണ് കേട്ടോ. ആപ്പിളും ബീട്രൂട്ടും നന്നായിട്ട് വെന്ത് വരാൻ. അപ്പോൾ 3 വിസിലായാൽ ഇതേപോലെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പട്ടയും കറാമ്പും എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഉണ്ടല്ലോ, വെന്ത് വരുമ്പോൾ കുറച്ചധികം പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം ആ വെള്ളം ഒന്ന് ഒഴിവായിക്കോട്ടെ. ഫുള്ളായിട്ട് ഒഴിക്കണ്ട, വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ചൂടാറിയിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് തിരക്കില്ലോണ്ട് തന്നെ ഞാൻ ചെറിയ ചൂടിലാണ് അത് അരച്ചെടുത്തിട്ടുണ്ടായേ. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജാമെന്ന് പറയുമ്പം കുറച്ച് നല്ലോണം മധുരമുള്ള ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ അതിനകത്തായിട്ട് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇല്ലെങ്കിൽ പിന്നെ ശർക്കരയില്ലേ, വെല്ലം, അത് ഇട്ട് കൊടുത്താലും മതി നമ്മളെ മധുരത്തിന് ആവശ്യത്തിനായിട്ട്. ഇനി ഇതേപോലെ നല്ല കൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു തിക്നെസ് ആകുമ്പം ഫ്ലെയിം ഓഫ് ആക്കിന്. കാരണം ഉണ്ടല്ലോ, ഒരുപാട് നമ്മൾ തിക്കാന്നേരം വെയിറ്റ് ചെയ്താലേ ഇത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നില്ലേ. അപ്പം നല്ലോണം തിക്കായിപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മളിനി ഫ്രിഡ്ജിൽ വെച്ചാലും കറക്റ്റ് ജാമിൻ്റെ ആ ഒരു തിക്നെസ്സേ ഉണ്ടാവും കേട്ടോ. ഇനി ഇതാ നല്ലൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കുക. ഗ്ലാസിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതാ കണ്ടില്ലേ, ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സെയിം അതേ ജാമിൻ്റെ ലുക്കും ടേസ്റ്റും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആപ്പിൾ ജാമൊക്കെ ഇഷ്ടമാകുന്നവർക്കും പുറത്തുനിന്ന് വാങ്ങുന്നവരുണ്ടെങ്കിലും തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പം ജാം ഇഷ്ടമുള്ളവരായാൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പീസും വ്ളോഗും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.